ചില ഇടതുപക്ഷ നേതാക്കന്മാരെ അല്ലെങ്കിൽ CPM നേതാക്കന്മാരെ കേന്ദ്രീകരിച്ച് വ്യാജ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ, ഒപ്പം കേരളത്തിലെ കോൺഗ്രസ് സംഘികളെല്ലാം പ്രത്യേക അജണ്ടയോടുകൂടി അല്ലെങ്കിൽ ഗൂഢാലോചനയോടുകൂടി പ്രവർത്തിക്കുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിനൊരു ഉദാഹരണം കഴിഞ്ഞ ദിവസം കാണാനിടയായി. കഴിഞ്ഞ ദിവസമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസുകാരുടെ പ്രതിഷേധ പ്രകടനം അരങ്ങേറിയത്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ പ്രതിഷേധ പ്രകടനം. ആ പ്രതിഷേധ പ്രകടനത്തിലേക്ക് ഇവർ ചെല്ലുന്നു, അവരുടെ ഉദ്ഘാടനം കഴിയുന്നു. അതിനുശേഷം പതിവ് കലാപരിപാടികൾ തുടരുന്നുണ്ട്, ബാരിക്കേഡ് തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്, പോലീസിനെ ആക്രമിക്കുന്നുണ്ട്. തിരിച്ച് പോലീസ് ഇവർ പിരിഞ്ഞു പോകാൻ വേണ്ടി ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്, ഒന്നും രണ്ടുമല്ല 5 വട്ടം. എന്നിട്ടും പിരിഞ്ഞു പോകാതെ അവർ വീണ്ടും പോലീസിനെ കൊണ്ടുവന്ന ഈ കൊടികെട്ടി കൊണ്ടുവരുന്ന വടികൾ പോലീസിനെ അടിക്കാനാണല്ലോ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ടും ഒപ്പം പോലീസിന്റെ കയ്യിരുന്ന ഷീൽഡ് എല്ലാം വാങ്ങിച്ചടിച്ച് പൊട്ടിച്ചുകൊണ്ട് വലിയ തോതിൽ പ്രകോപിപ്പിക്കുകയാണ്. അങ്ങനെയാണ് പോലീസ് തിരിച്ച് നേരിയ തോതിൽ ഒന്ന് പ്രതിരോധിച്ചതേ ഉള്ളൂ.